ആ അനുസരണക്കേടിന്റെ ഫലം ഞാനും നന്ദനും സ്നേഹയൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. കർമ്മദോഷമായിരിക്കും, അല്ലാതെ എന്തു പറയാനാ. ആ, ഒരു കണക്കിനത് നന്നായില്ലേ സീതുവേട്ട? വിവാഹത്തിന് തൊട്ടു മുമ്പെങ്കിലും ധനുഷ് ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വിവാഹം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേന്? സ്നേഹയുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഇതിനെയൊക്കെ വിഷമം ഉണ്ടാവായിരുന്നില്ലേ? ആ, മുഹൂർത്ത സമയത്താണെങ്കിലും ആപത്ത് ഈശ്വരൻ തട്ടിമാറ്റിയല്ലോ. അങ്ങനെ ഓർത്ത് സമാധാനിച്ചൂടെ? ആ, അങ്ങനെ സമാധാനിക്കാം. അതേ ഉള്ളൂ ആശ്വാസവും. ആതിരയുടെ പ്രസവവും കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹമൊക്കെയായി സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങളെ ഇനി ഞാനായിട്ട് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും വലിയൊരു കാത്തിരിപ്പല്ലേ മറ്റന്നാൾ അവസാനിക്കാൻ പോകുന്നത്. ഞാനും കാത്തിരിക്കുന്നുണ്ട് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ, അച്ഛനൊക്കെ വന്നല്ലോ. അച്ഛൻ ഇങ്ങോട്ടായിരുന്നു വന്നത്? ആ, ആതിരമോളെ ഒന്ന് വന്ന് കാണണമെന്ന് വിചാരിച്ച ദിവസമൊന്നും നടന്നില്ല. അതാ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാന്ന് കരുതിയത്. മറ്റന്നാൾ മുതൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാൻ കാത്തിരിക്കും നെല്ലിശ്ശേരിയിൽ. ഡെലിവറി കഴിഞ്ഞ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ചടങ്ങുകളെല്ലാം അതിൻ്റെ രീതിയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആദ്യത്തെ പ്രസവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് പെൺവീട്ടുകാരായ ഞങ്ങളാ. കുഞ്ഞ് ജനിച്ച് 56 ദിവസം കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ഞങ്ങളായിട്ട് തന്നെ നെല്ലിശ്ശേരി കൊണ്ടുവരും. അത് ചടങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങളൊരു വിരുന്നുകാർ മാത്രമാവും. ഉള്ള ജീവിതകാലം മുഴുവൻ ഇവരവിടെ തന്നെ കാണുമല്ലോ. അതുകൊണ്ട് ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നതല്ലേ സീതുവേട്ട നല്ലത്? അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ 56 ദിവസം എൻ്റെ കൊച്ചുമകനെയോ മകളെയോ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ ഈ മുത്തശ്ശൻ അങ്ങോട്ട് വരാലോ അല്ലേ? അയ്യോ പിന്നെന്താ, എപ്പോ വേണേലും വരാം. എന്നാ ഞാൻ പോയി അനൂപിനെ കൂടി കണ്ടിട്ട് വരാം. ഏത് റൂമിലാണ് അനൂപ് ഉള്ളത്? അച്ഛാ, അച്ഛൻ വരും, ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ പോയിട്ട് നമ്മളെ സച്ചേട്ടാ മോനോട് ചെല്ലും. സച്ചി അർച്ചന ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഇനി വരില്ലേ എന്തോ. അവര് സൗകര്യം പോലെ വരട്ടെ. ഓഫീസിൽ മറ്റാരും ഇല്ലല്ലോ. സച്ചി നല്ല തിരക്കിലും ആവും. ആ ധനുഷിനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. എന്തിനാ ഇവനെയൊക്കെ റിമാൻഡ് ചെയ്യുന്നേ? നേരെ പിടിച്ച് തൂക്കി കൊന്നു കളയണം. അനുപേട്ടനെ ഈ അവസ്ഥയിലാക്കിയവനവൻ. എനിക്ക് അവനെ ആ ബിജു എന്ന് പറയുന്നവനെ നേരിട്ട് കണ്ട് ചെകിട്ടത്ത് ഓരോന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. അവർക്കുള്ള ശിക്ഷയൊക്കെ കോടതി കൊടുത്തോളൂ. അത്രമാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ അവര്. ആ വേണ്ട വേണ്ട, അനൂപ് കിടന്നോളൂ. സച്ചി എവിടെ? ആ, പുറത്തുണ്ട്. സച്ചേട്ടനൊരു കോള് വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, വേദന കുറവുണ്ട്. പക്ഷേ കാലം ഉറപ്പിക്കാറായിട്ടില്ല. അതിന് കുറച്ച് ദിവസം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്ന വിഷമം. മനസ്സിലായി. ഇതിനെല്ലാം കാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ തന്നെയല്ലേ. ഞങ്ങളുടെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് എത്ര പേരാ വിഷമിക്കുന്നത്. ഇതിനൊക്കെ മാപ്പ് ചോദിക്കാന്നല്ലാതെ മറ്റൊന്നിനും എനിക്കിപ്പോൾ കഴിയില്ല അനൂപേ. അയ്യോ, അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാനോ?
എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി ധനുഷിൻ്റെ ശരിക്കുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. അവൻ മുമ്പ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ പോയപ്പോൾ തന്നെ അവനാൾ ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതായിരുന്നു. എന്നാ അന്നവൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. രക്ഷപ്പെട്ടു പോയി എന്നല്ല, ഞങ്ങൾ രക്ഷിച്ചെടുത്തു എന്ന് പറയുന്നതാ ശരി. അത്രയ്ക്ക് അവൻ ഞങ്ങളെയെല്ലാം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയൊക്കെ ഇത്രയ്ക്ക് പറ്റിക്കണമെങ്കിൽ അവൻ ആരായിരുന്നിരിക്കണമെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എനിക്കും അർച്ചനയ്ക്കും അവന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞാലും പിന്നെ അവിടെ ആരും വിശ്വസിക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ആ, ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ശരിക്കുള്ള സ്വഭാവം എല്ലാരും അറിയുമെന്ന് അറിയായിരുന്നു. ഹു, അത് സ്നേഹ അവൻ വിവാഹം കഴിച്ചതിന് ശേഷം ആയിരിക്കരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ചിലത് മനസ്സിലാക്കാൻ സമയമെടുക്കും മീരെ. ചിലത് ഒരു കാലത്തും മനസ്സിലാവുകയില്ല. അർച്ചനമോള് വന്നതിന് ശേഷം പല വലിയ ആപത്തുകളും ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടേ ഉള്ളൂ. അത്രമേൽ വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ച് പെട്ടെന്ന് മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് വരും. അത് പറഞ്ഞയാളും തെറ്റിദ്ധാരണയായിരിക്കുമെന്ന് കരുതും. അർച്ചന ധനുഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എന്റെയും നന്ദന്റെയൊക്കെ മനോഭാവം അതുതന്നെയായിരുന്നു. പിന്നീട് അർച്ചന മോള് തന്നെ ശരിയായിരുന്നുവെന്ന് അവള് തന്നെ തെളിയിച്ചു. സത്യം പറഞ്ഞ അർച്ചനയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. വയസ്സിന് മൂത്തവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വകതിരിവില്ലാതെ കുറെ കാലം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആതിര എന്ത് പറയുന്ന വെച്ചാ? കുഴപ്പമൊന്നുമില്ല. നീ എന്താ അവളെ ചെന്നൊന്ന് കാണാത്തത്? അത് ഞാൻ മനഃപൂർവ്വമായിട്ട് പോവാത്തതാ അച്ഛാ. എനിക്ക് അബോഷനായ ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ മാക്സിമം ഒഴിവാക്കും. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നാളെ അങ്ങോട്ട് പോകണം. അല്ല, നാളെയാണ് അച്ഛൻ്റെ അടുത്ത ചെക്കപ്പിനുള്ള ഡേറ്റ്. ആതിര ഇങ്ങനെ ആയതുകൊണ്ട് അർച്ചനയ്ക്ക് എന്തായാലും കൂടെ വരാൻ പറ്റില്ലല്ലോ. പകരം ഞാനാ വരുന്നത്. അത് പറയാനാ അച്ഛനെ ഞാൻ കാത്തു നിന്നേ. എങ്കിൽ ചെക്കപ്പിന് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ആതിരയുടെ അടുത്തേക്ക് പോവാം. നിനക്ക് അവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ശരി അച്ഛാ. അല്ല, അവിടെ പോയി മെനക്കെട്ട് കൂട്ടിരിക്കാൻ ഇങ്ങനാണോ നിന്റെ അനിയത്തിയുടെ പേരെടുക്കുന്നേ? ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ. 1-2 ദിവസത്തിനകം നെല്ലിശ്ശേരിയുടെ അവകാശിയെ നിന്റെ അനിയത്തി പ്രസവിക്കുന്നോർത്ത്. എന്നാ എന്റെ സന്തോഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാ. നിന്റെ അനിയത്തി പ്രസവിച്ചത് ജീവനില്ലാത്തൊരു കുഞ്ഞാണെന്നറിയുമ്പോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് നിന്റെ അനിയത്തി പ്രസവിക്കില്ല എന്നാ. വിവാഹത്തിന്റെ തിരക്കുകൾ കാരണം എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. അതുകൊണ്ട് ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ. കഴിഞ്ഞ 8-9 മാസം താൻ ചുമന്ന് നടന്നിട്ട് അവസാനം പ്രസവിച്ചത് ഉയിരില്ലാത്തൊരു കുഞ്ഞിനെയാണെന്നറിഞ്ഞ് തകർന്നടിഞ്ഞു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അറിയാവുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവളെ കുത്തിനോവിക്കാൻ.
അവൾ അനുഭവിക്കാൻ പോകുന്നതേ അവളുടെ ചേച്ചിയായ നീ എന്നോട് ചെയ്തതിനൊക്കെ വേണ്ടിയാ. നെല്ലിശ്ശേരി വീട്ടിലെ അവകാശിയെ പ്രസവിക്കേണ്ടതും പോറ്റി വളർത്തേണ്ടതും അവന്തികയാ. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായ ഈ അവന്തിക. നിക്ക്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അവന്തിക ഇനി ജീവിക്കുന്നത് ഈ 2 ദിവസം കൂടി മാത്രമായിരിക്കും. എന്റെ അനിയത്തിയുടെ കുഞ്ഞിന്റെ ആയുസേ അവന്തികയ്ക്കേ ഉള്ളൂ. നിങ്ങളിപ്പൊ പറഞ്ഞതിന്റെ 100 ഇരട്ടി ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അവന്തികയെ അർച്ചന കൊല്ലും. ഇനി അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അർച്ചന സ്വയം മരിക്കും. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതായത്. എന്നാ സ്വയം മരിക്കാൻ അർച്ചന തയ്യാറായിക്കോ. ഞാൻ പറഞ്ഞതേ നടക്കൂ. കാണാം നമുക്ക്. കാണാം. ഹലോ, നിത്യല്ലേ? അതെ, ആരാ? എന്റെ പേര് അവന്തിക. സുഷമ സിസ്റ്റർ പറഞ്ഞിട്ട് വിളിക്കാണ്. ആ, മനസ്സിലായി മനസ്സിലായി. സുഷമ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞെന്നല്ലോ അല്ലേ? ആ, പറഞ്ഞിരുന്നു. മാഡത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ സിസ്റ്റർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത്. മാഡത്തിന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ തിരക്കിയിരുന്നു. നാളെ രാവിലെ നോർമൽ ഡെലിവറി നടക്കുന്ന ഡോക്ടർ പറഞ്ഞത്. ഡെലിവറിയൊക്കെ നോർമൽ ആയിക്കോട്ടെ, പക്ഷെ കുഞ്ഞ് അത് നോർമൽ ആവണ്ട. അവള് പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോട് പുറത്തേക്ക് വരരുത്. നെല്ലിശ്ശേരി വീടിന്റെ ഏതെങ്കിലും ഒരു കിടപ്പുമുറിയിൽ ചെറിയൊരു കുഴി, ആ കുഴിയിൽ മണ്ണിട്ട് മൂടണം എനിക്കതിനെ. അല്ല, നിത്യപ്പോ ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റലുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയാ. അത് നന്നായി. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. എന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി മാഡം. നാളെ ചെക്കപ്പിന് പോകുന്നോണ്ട് എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ രണ്ടുപേരും രാവിലെ പോണം. അങ്ങനെ തന്നെ അച്ഛാ ഞങ്ങളും കരുതിയിരിക്കുന്നത്. നാളെ ഡെലിവറി നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാ ഡോക്ടർ പറഞ്ഞത്. സന്ദീപിനൊപ്പം അവിടെ നിൽക്കണം തന്നെയാ എന്റെ മനസ്സിൽ. അത് വേണം. അനൂപ് ഈ അവസ്ഥയിലായതുകൊണ്ട് പകരമായി നീ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ എനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. ആതിരയ്ക്കും കുഞ്ഞിനും ഒരു ദോഷവും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പല രീതിയിലുള്ള തടസ്സങ്ങളാ ഈ കുടുംബത്തിലെ ഓരോ കാര്യത്തിനും, ഈശ്വരന്മാരായും മനുഷ്യരായും. മറ്റെന്തും നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടാവരുത്. എല്ലാത്തിനും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉത്തരം.
പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ധൈര്യവും. ഹലോ, ആ പറഞ്ഞോ. ആ അതെ അതെ. മോളെ, അച്ഛന് ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എന്താച്ചാ? മുൻപ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യ. അന്ന് നീയും സച്ചിയും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങളും ഒരു കുഞ്ഞിനെക്കുറിച്ച് ഇനിയെങ്കിലും ഓർക്കുന്നില്ലേ? സന്ദീപിനൊരു കുഞ്ഞുണ്ടാവുന്ന വലിയ സന്തോഷം ഉള്ളിലുള്ളപ്പോഴും സച്ചിയുടെയും മോളുടെയും ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആദ്യത്തെ ആഗ്രഹം ആയതുകൊണ്ടാവും ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത്. ഇനിയും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല. ഇനിയൊരു അമ്മയാവുന്ന പ്രതീക്ഷ വെച്ച് അർച്ചന ജീവിക്കരുത്. ചെക്കപ്പിൽ അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം സച്ചിദാനന്ദന. എന്ത് തടസ്സമായാലും അതൊക്കെ മാറ്റണം. ആഗ്രഹം എന്റേതാണെങ്കിലും തീരുമാനം നിങ്ങളുടെ തന്നെയാ. നിങ്ങൾ നല്ലപോലെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഒരു കുഞ്ഞു വേണമെന്ന് ഞങ്ങളും തീരുമാനിച്ചിരിക്കുക അച്ഛാ. ശാരീരികമായി കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉടനെ ആരംഭിക്കാമെന്നാണ് സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റ് കാലാവധി കഴിയുന്നതോടെ എല്ലാം ശരിയാവും. എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അതിലിനി ഉപേക്ഷ വിചാരിക്കരുത്. ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകുന്നത്. അങ്ങനെ അർച്ചനയുടെ ജീവിതം പൂർണ്ണമാകുമ്പോൾ ഒരു പിതാവായി സച്ചിയും മാറും. സന്താനഭാഗ്യമെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല മോളെ. അതെന്റെ മക്കൾക്കുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ തോന്നും മക്കളൊന്നും വേണ്ടെന്നൊക്കെ. പ്രായത്തിന്റെ പ്രസരിപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുറിയിലേക്ക് ജീവിതം ഒതുങ്ങുന്ന സമയത്ത് ഇന്നെടുത്ത തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് സന്ധ്യ എത്രയും പെട്ടെന്ന് എന്ന് കണ്ട് ചികിത്സ ആരംഭിക്കണം. സച്ചിടമ്മ, നീ എവിടെ? ഞാനിവിടെ ക്യാൻറ്റീൻ്റെ അടുത്തുണ്ട്.
അവന്തിക മാഡം ആണോ? ആ അതെ, ഞാൻ തന്നെയാ. നാളെ രാവിലെ ആതിരയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനിൽ ഇത് വേണം ഉപയോഗിക്കാൻ. സുഖപ്രസവത്തിനോ വേദന വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം ഇത് അവളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ.